ഹലോ, കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം. നമ്മൾ തൃശ്ശൂരിൽ തന്നെ ഒരു സ്ഥലത്തു കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വടക്കാഞ്ചേരി ഏതാണ്ട് ഒരു 17 കിലോമീറ്ററൊക്കെ മാറി സ്ഥിതി ചെയ്യുന്ന തിച്ചൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു സെൻറ്ററാണിത്. ഇപ്പോഴും പഴയ ആ ഒരു തന്മയോട് കൂടി നിലനിൽക്കുന്ന ഒരു സെൻറ്റർ. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലെയുള്ളൊരു കുഞ്ഞൊരു ഗ്രാമം. ഓടിട്ട വീടുകളും കുഞ്ഞ് ഇടവഴികളും അങ്ങനെയൊക്കെ ആ ഒരു പഴയ തനിമ വിളിച്ചു പോകുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്കാണ് കേട്ടോ ഈ പോകുന്നത്. ഗ്രാമത്തിൻ്റെ ഭംഗിയിൽ ചെറിയ വീടുകൾ മാത്രമല്ല, ബാക്കിയുള്ള വലിയ വലിയ വീടുകളും എല്ലാം ഉണ്ട് കേട്ടോ. എന്നാലും കൂടുതൽ നമുക്കത് ഇതുപോലത്തെ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിത് അവിടെ ഒരു മുളയങ്കാവ് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഒരു ചെറിയൊരു അമ്പലമാണ്. പാടത്തിൻ്റെ ഒരു വശത്തു കൂടെ ചേർന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം. അവിടുത്തെ വിശേഷ ദിവസമാണ് നമ്മൾ അവിടെ ചെന്നത്. ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഭഗവതീനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവതിയുടെ ഇഷ്ടമുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് നല്ല ആഘോഷമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് വലിയൊരു മഞ്ചാടിമരം ഉണ്ട് കേട്ടോ. മഞ്ചാടിക്കുരുവൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കൂടാതെ ആൽത്തറയും എല്ലാം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട്. പിന്നെ ഇതാ ചെറിയ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട് അമ്പലത്തിന്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും പരിസരം നമുക്കൊന്ന് വീക്ഷിച്ചാൽ തന്നെ അറിയാം, ഒരു മുൾപടർപ്പിൻ്റെ അല്ലെങ്കിൽ കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന ഒരു പ്രതിഷ്ഠയുള്ള അമ്പലമാണ്. അപ്പോൾ പണ്ടൊക്കെ കുറച്ച് വിജനമായിട്ടുള്ളൊരു പ്രദേശത്ത് പോലെ തോന്നുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ കുറച്ചും കൂടി ആൾസഞ്ചാരവും കാര്യങ്ങളൊക്കെ ആയി ചുറ്റും വീടൊക്കെ വന്ന് ആൾത്തിരക്കൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പല പരിസരമാണിത്. അപ്പോൾ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെടിവഴിപാടുണ്ട് സ്പെഷ്യലായിട്ട്. അപ്പോൾ അതും കുറേ ഭക്തർ ചീട്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇതാ പറയെടുപ്പ് ദിവസമാണ്. അപ്പോൾ പറയൊക്കെ ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പറ കഴിഞ്ഞിട്ട് ദേശത്തിലെ വീടുകളിലേക്ക് പറ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചടങ്ങ് നടന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അമ്പലത്തിൽ കാണാമായിരുന്നു. അപ്പോൾ ചുറ്റും വീടുകളിലൊക്കെ അവർ അണിഞ്ഞ് പറ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ക്ഷേത്രം മുളയങ്കാവ്. അപ്പോൾ ഈ പരിസരത്തൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാറുള്ള അമ്പലമൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബാക്കി അമ്പലത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അറിയാവുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതാ കുഞ്ഞി അവിടുന്ന് മഞ്ചാടിക്കുരുവൊക്കെ ഒന്ന് ജസ്റ്റ് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ മരമാണ്. ആല് പോലെ നമുക്ക് ആദ്യം തോന്നും. ആലുണ്ട്, ആല് പുറത്താണ് നടയുടെ ഉള്ളിലായിട്ട് തന്നെയാണ് കേട്ടോ ഈ വലിയ മഞ്ചാടി മരം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു നൊസ്റ്റാൾജിയൊക്കെ തരുന്ന ഒരു സ്ഥലം. വൈകുന്നേരങ്ങളിൽ വന്ന് തൊഴുത് പോകാൻ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ആളൊഴിഞ്ഞ തിരക്കൊഴിഞ്ഞൊരു ഭാഗത്തുള്ള ഒരു ക്ഷേത്രം. ാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ ഉള്ളത്. കുറേ എന്തൊക്കെയോ കാര്യപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതുവരെ നിന്നില്ല, രാവിലെ തൊഴുത് അവിടുന്ന് പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് വേറൊരു പാമ്പുംകാവിലും കൂട്ടിയിട്ട് നമ്മൾ തൊഴുതിട്ടുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ഒരു വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് നമ്മൾ അവിടെയും കയറി പാമ്പുമാരെയൊക്കെ തൊഴുതിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തെ പരിചയപ്പെടുത്താൻ കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലൊക്കെ തൊഴുത് വീട്ടിലേക്ക് പോരുകയാണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ടു. ആ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മനസ്സൊക്കെ നിറഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കാം. അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.